പലരും കേരള കോൺഗ്രസ് LDF ഇടുമെന്ന് അടക്കം പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു ഉറപ്പൊന്നുമില്ല. അതിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് നടന്ന LDF യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധികളാരും പങ്കെടുത്തിരുന്നില്ല. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ യോഗമായതുകൊണ്ട് അവർക്കാർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാണ്. എന്നാൽ അത് അവർ പറയുന്ന കാരണം ശരിയല്ല. അവർക്ക് LDFയിൽ നിന്ന് വിട്ടുപോകാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവർ പങ്കെടുക്കാതിരുന്നത്. പിന്നെ ഉള്ള കാര്യം മറച്ചു വെച്ച് വേറെ കാര്യം പറയുന്നതാണ്. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ജില്ലാ നേതാക്കളെയെങ്കിലും LDF യോഗത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ LDFയിൽ നിൽക്കാനുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് അവർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഇത് വേറൊരു സൂചനയും കൂടെ ഉണ്ട് അതിനകത്തെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തായിരുന്നപ്പോൾ ജോസ് കെ മാണി വന്യമൃഗ ശല്യത്തെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്നത് നടന്നില്ല. അതിനൊരു ഈ വന്യമൃഗ ആക്രമണത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് LDF നിൽക്കുന്നതിൻ്റെ ഒരു അതൃപ്തി ഉണ്ടെന്നാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ രണ്ട് സൂചനകൾ നമുക്ക് LDF വിടുമെന്നുള്ള കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ LDF വിടുകയാണെങ്കിൽ അവരെങ്ങോട്ട് പോകും? ജോസ് കെ മാണിക്ക് UDFയിൽ ചേരാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ UDFയിൽ മാണി ഗ്രൂപ്പിനെ ചേർക്കാനായിട്ട് UDF സമ്മതിക്കുകയാണെങ്കിൽ UDFയിൽ തന്നെ അവർ ചേരും. എന്നാൽ UDFയിൽ ജോസ് കെ മാണിയെ ചേർക്കാനായിട്ട് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യക്കുറവാണ്. അതിൻ്റെ കാരണം ഈ കോട്ടയം ജില്ലയിൽ ഒരു 50 കൊല്ലമായിട്ട് 2 സീറ്റ് കോൺഗ്രസ്സിന് മത്സരിക്കാൻ കിട്ടുന്നുള്ളൂ. ഒന്ന് കോട്ടയവും രണ്ടാമത് പുതുപ്പള്ളി. ബാക്കി ഒരു നിയോജകമണ്ഡലത്തിലും അവർക്ക് മത്സരിക്കാൻ കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ തവണ കിട്ടി. കഴിഞ്ഞ തവണ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും കോൺഗ്രസ്സാണ് മത്സരിച്ചത്. അവിടെ 2 തോറ്റു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ജോസ് കെ മാണിയെ ചേർത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ള അവസരങ്ങൾ കുറയും. പുതിയ നേതാക്കൾക്കൊന്നും അവസരം കിട്ടുന്നില്ല. അപ്പോൾ അതാണ് അവർ അതിനെ എതിർക്കുന്നത്. അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇനി ജോസ് കെ മാണിയെ UDF ചേർക്കാൻ അവർ സമ്മതിക്കുകയില്ലെങ്കിൽ ജോസ് കെ മാണി NDA ചേർന്നിട്ട് കേന്ദ്രത്തിലൊരു സഹമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നാമത്തെ അവർക്ക് കൂടുതൽ താല്പര്യം UDF ചേരാൻ തന്നെയാണ്. പക്ഷേ അതിന് അവസരം കിട്ടിയില്ല. ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇതിങ്ങനെ ചേർന്നാൽ ഈ ജോസ് കെ മാണിയുടെ കൂടെയുള്ള മറ്റ് MLA മാർക്കും നേതാക്കൾക്കും ഇതിനകത്ത് താല്പര്യമില്ല NDA ചേരുന്നതിന്. അവർ ഒരു ബഹുഭൂരിപക്ഷവും ഒന്നുകിൽ UDFയിൽ ചേരുകയോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിലോ കോൺഗ്രസ്സിലോ ചേരുകയോ ചെയ്യും. ജോസ് കെ മാണി ഇല്ലാത്ത കേരള കോൺഗ്രസ് നേതാക്കന്മാരെ UDF ചേർക്കുന്നതിന് അവർക്ക് വലിയ വിരോധമൊന്നുമില്ല. അത് ജോസ് കെ മാണി NDAയിൽ പോന്നാൽ ഇത് പിളരും, കേരള കോൺഗ്രസ് പിളരും. ജോസ് കെ മാണിയുടെ കൂടെ ഇപ്പോൾ ഉള്ള MLA മാരിൽ പരമാവധി ഒരാൾ ജോസ് കെ മാണിയുടെ കൂടെ പോവുകയുള്ളൂ. ബാക്കി എല്ലാവരും ഒന്നുകിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേരും, അല്ലെങ്കിൽ കോൺഗ്രസ് ചേരും, അല്ലെങ്കിൽ അവരൊരു കക്ഷിയായിട്ട് തന്നെ UDFയിലേക്ക് ഘടകകക്ഷിയായിട്ട് വരും. അവരത് അതിനനുവദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസ് കെ മാണിയാണ് ഇവർക്കെല്ലാം വിരോധമായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടെ തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഉണ്ട്. ഇനി UDFയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയും ഈ നേതാക്കന്മാരുടെ ഒരു പിടിമുറുക്കം കാരണം NDAയിൽ പോവാതിരിക്കുകയും ചെയ്താൽ LDFയിൽ നിന്ന് തന്നെ മത്സരിക്കേണ്ട ഒരു അവസ്ഥ ജോസ് കെ മാണിക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാലയിലെയും കോട്ടയത്തുള്ള സീറ്റുകൾ നിലനിർത്താൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കേരള കോൺഗ്രസിന് സാധിക്കുമോ? സാധിക്കത്തില്ല. ഇപ്പം കോട്ടയം ജില്ലയിൽ 3 MLA മാരുണ്ട് ജോസ് കെ മാണിക്ക്. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്. ഇതെല്ലാം കിട്ടത്തില്ല. ഒരെണ്ണമെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ 2 നഷ്ടപ്പെട്ടു പോകും. ഒരു സീറ്റ് കാഞ്ഞിരപ്പള്ളി ഏകദേശം ഉറപ്പാണ്.
ബാക്കി 2 സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. യു ഡി എഫ് വന്നാൽ ഈ സീറ്റെല്ലാം ജയിക്കുകയും ചെയ്യും. ചിലപ്പോൾ പാലാ ഉൾപ്പെടെ ജയിച്ചെന്ന് വരും. അപ്പോൾ 4 സീറ്റ് കിട്ടുക. ഇപ്പോൾ 3ആണുള്ളത്. അത് എൽ ഡി എഫ് തുടർന്നാൽ അത് 3 1 2 ആയിട്ട് ചുരുങ്ങും. അവർക്ക് ഇടുക്കി സീറ്റ് നഷ്ടപ്പെടും, റാന്നി സീറ്റ് നഷ്ടപ്പെടും. ഈ സെറ്റെല്ലാം യു ഡി എഫിൽ വന്നാൽ കിട്ടും. യു ഡി എഫ് വന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് നിന്നാൽ അവർക്കിപ്പോൾ 5 സീറ്റ് 2ആയിട്ട് ചുരുങ്ങും. യു ഡി എഫ് വന്നാൽ അത് ചിലപ്പോൾ 7 8 ആയിട്ട് കൂടും. ഇപ്പോൾ ഉള്ള സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് പുറമേ അവർക്ക് ഇത് പാലാ സീറ്റ് കിട്ടും. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ സീറ്റ് കൊടുക്കാതിരിക്കത്തില്ല. യു ഡി എഫിൽ ചെല്ലുകയാണെങ്കിൽ എല്ലാ സീറ്റുകളിലും മത്സരിക്കാൻ കോൺഗ്രസ് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേരള കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് എന്തായാലും കൊടുക്കും. അത് കൂടാതെ കൊടുക്കുന്ന കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പാലയിൽ എങ്ങനെയായിരിക്കും? പാലാ സീറ്റ് കൊടുത്താൽ ജോസ് കെ മാണി യു ഡി എഫ് വരാൻ സാധ്യത കാണുന്നുള്ളൂ. അത് ചിലപ്പോൾ കൊടുത്തെന്ന് വരാൻ കാരണം ഇപ്പോൾ ഉള്ള NCP MLA കാപ്പൻ ഇതിന് സമ്മതിക്കുകയില്ല. പക്ഷേ കാപ്പൻ സമ്മതിച്ചില്ലെങ്കിലും ചിലപ്പം കാപ്പനെ മാറ്റിയിട്ട് തന്നെ കാപ്പനെ ഒഴിവാക്കി തന്നെ ചിലപ്പം മാണി ഗ്രൂപ്പിനെ ചേർത്തെന്നൊക്കെ വരാം. കാപ്പൻ സമ്മതിക്കുകയില്ല, സമ്മതിച്ചിട്ട് ചേർക്കാൻ ഒക്കുകയില്ല. അതുപോലെ ജോസഫ് ഗ്രൂപ്പും സമ്മതിക്കും. ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ആ സമ്മതം ഇല്ലാതെ തന്നെ ചേർക്കാം. ജോസഫ് ഗ്രൂപ്പിനൊന്നും പ്രസക്തിയൊന്നും ഇല്ല. കേരള രാഷ്ട്രീയത്തിലെ അവർക്ക് കടുത്തുരുത്തിയിലും തൊടുപുഴയിലുമാണ് കുറച്ചെങ്കിലും ശക്തിയുള്ളത്. ബാക്കിയുള്ളിടത്തവർക്ക് കോൺഗ്രസിൻ്റെ ബലത്തിലാണ് ജയിക്കുന്നത്. മാണി ഗ്രൂപ്പ് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. എന്നാലും കുറച്ചുകൂടെ ശക്തിയുണ്ട്. ജോസഫ് ഗ്രൂപ്പിനേക്കാൾ ശക്തിയുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവർ തനിച്ച് നിന്നാൽ ഒരു സീറ്റ് പോലും ജയിക്കത്തില്ല. ജയിക്കുകയെന്നല്ല, കെട്ടിവെച്ച തുക പോലും കിട്ടത്തില്ല ഇതിലാർക്കും. പക്ഷേ യു ഡി എഫിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുകയും ചെയ്യും. ഒരു പക്ഷേ NDAയിലേക്ക് പോവുകയാണെങ്കിൽ സഹമന്ത്രി സ്ഥാനം കിട്ടിയെന്നിരിക്കെ തന്നെ കേരളത്തിലേക്ക് വരുന്ന ഇലക്ഷനിൽ മണ്ഡലങ്ങൾ ജയിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ ചാൻസ് യു ഡി എഫ് ചേരാൻ തന്നെ. പിന്നെ മാർഗമില്ലെങ്കിൽ പിന്നെ പോകാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു യു ഡി എഫ് തന്നെ താല്പര്യപ്പെടുന്നത്. കാരണം NDA പോയാൽ കേരളത്തിൽ ഒരു പ്രസക്തി ഇല്ലാതെ ഈ കേന്ദ്രത്തിൽ പോകണമെങ്കിൽ തന്നെ വേറെ സംസ്ഥാനത്ത് നിന്ന് ഇയാളെ MP ആക്കണം രാജ്യസഭയിൽ. അല്ലാതെ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലാവധി കഴിയാറായി. ജോസ് കെ മാണി ഇപ്പോൾ രാജ്യസഭ MP ആണ്. അത് ഒരു 6 മാസം കൂടെ ഉള്ളൂ. പിന്നെ മന്ത്രിയാകാൻ പറ്റത്തില്ല. മന്ത്രിയാകണമെങ്കിൽ MP ആകണമല്ലോ. 6 മാസം വരെ വേണമെങ്കിൽ MP അല്ലാതെ മന്ത്രിയാകാൻ പറ്റും. അത് കഴിഞ്ഞ് പറ്റത്തില്ല. ഒരവസാന ചോദ്യം കൂടി. LDFിൽ നിന്നാണ് മത്സരിക്കുന്നതെങ്കിൽ കേരള കോൺഗ്രസ് എത്ര സീറ്റ് നേടും? UDFിൽ നിന്നാണ് മത്സരിക്കുന്നതെങ്കിൽ കേരള കോൺഗ്രസും എത്ര സീറ്റ് നേടും സാറിനൊന്ന്? LDFിൽ നിന്ന് മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് 2ൽ കൂടുതൽ സീറ്റ് കിട്ടത്തില്ല. 2 അല്ലെങ്കിൽ 3, പരമാവധി 3 സീറ്റ്. അതിൽ കൂടുതൽ കിട്ടുകയില്ല. UDFിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 5 സീറ്റും കിട്ടും. പുറമെ ഏതൊക്കെ സീറ്റ് കൊടുക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. പാലാ സീറ്റ് കൊടുത്തെന്ന് വരും. പാലാ സീറ്റ് കൊടുത്താൽ പാലാ സീറ്റ് ഉറപ്പായിട്ട് ജയിക്കും UDFിൽ നിന്നാൽ. അത് LDFിൽ നിന്നാൽ കിട്ടത്തുമില്ല. പിന്നെ വേറെ ചില സീറ്റൊക്കെ കൊടുത്തെന്ന് വരാം. ഇപ്പോൾ ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ സാധ്യതയുള്ളത് തിരുവല്ല സീറ്റ് ചിലപ്പോൾ മാണി ഗ്രൂപ്പിന് കൊടുത്തെന്ന് വരാം. അങ്ങനെ കൊടുത്താൽ അത് ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. തിരുവല്ല സീറ്റ് മാത്യു ടി തോമസ് ജേലാദളിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ അദ്ദേഹം ജയിക്കത്തുള്ളൂ. പക്ഷേ വേറെ ആര് LDF സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും തിരുവല്ലയിൽ LDF ജയിക്കുകയില്ല. ഈ ഒരാൾ വ്യക്തിപരമായ വോട്ട് മേടിച്ച് ജയിക്കുന്നതാണ് മാത്യു ടി തോമസ്. എന്നും അത് രാഷ്ട്രീയമൊന്നുമില്ല. കമ്മ്യൂണിറ്റിയുടെ മർത്തോമ സമുദായക്കാരനാണ്. പിന്നെ യാതൊരു ദുഷ്പേരുമില്ല. വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അഴിമതിയുടെ ഒരു കറ വീണിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ജയിക്കും. അതുപോലെ ഈ കോന്നി സീറ്റ് അടൂർ പ്രകാശ് അല്ലാതെ ആര് നിന്നാലും UDF വിജയിക്കുകയില്ല. അടൂർ പ്രകാശ് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഈ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ കേരള കോൺഗ്രസ് എം LDF വന്നതുകൊണ്ട് LDF ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ.
അവർക്ക് 5 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവരെ നിലവിൽ 3 സീറ്റ് നിലനിർത്താൻ സാധിച്ചു. അതുകൂടാതെ പൂഞ്ഞാറും റാന്നിയും കിട്ടിയിട്ടുണ്ട്. 2016 കേരള കോൺഗ്രസ് എം LDF ഇല്ലാതിരുന്നിട്ടും കോട്ടയം ജില്ലയിൽ LDF 2 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് വൈക്കവും രണ്ടാമത് ഏറ്റുമാനൂരും. ഈ കേരള കോൺഗ്രസ് എം വന്നതിന് ശേഷവും ഈ 2 സീറ്റേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. LDF, അതായത് CPM നും CPIക്കും. അവർ നിന്ന കോട്ടയം സീറ്റ് പരാജയപ്പെട്ടു, പുതുപ്പള്ളി സീറ്റ് പരാജയപ്പെട്ടു. പിന്നെ മാത്രമല്ല റാന്നി സീറ്റ് CPM സീറ്റായിരുന്നു 2016 വരെ. 20 കൊല്ലം തുടർച്ചയായിട്ട്, 25 കൊല്ലം തുടർച്ചയായിട്ട് രാജീവ് എബ്രഹാം MLA ആയിരുന്നു. ആ സീറ്റ് എമ്മിന് കൊടുത്താണ് അവർ വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് സീറ്റ് പുതിയതായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുപോലെ ചാലക്കുടി സീറ്റ് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് LDF കൈവശം സീറ്റാണ് CPM. ചാലക്കുടി സീറ്റ് 15 കൊല്ലമായിട്ട് BD ദേവസി CPM സ്ഥാനാർത്ഥി ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അത് മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുത്തു. ആ സീറ്റും തോറ്റു. ഫലത്തിൽ LDF നഷ്ടമല്ലേ ഉണ്ടാകുന്നത്. ഈ LDF ചേർത്തതുകൊണ്ട് ഈ ജോസ് കെ മാണിക്ക് മാത്രമേ പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ. ആ ഗ്രൂപ്പിന് ഈ 3 കടന്ന് 5 സീറ്റായി. അപ്പോൾ ഈ 3 സീറ്റ് കിട്ടിയത് വേണമെങ്കിൽ LDF നേട്ടമാണെന്ന് പറയാം. 3 MLA കൂടുതൽ കിട്ടി. അവർ ഈ 3 സീറ്റ് UDF തന്നെ UDF ജയിച്ചതിനെ. അത് ആ സീറ്റ് കൂടുതൽ കിട്ടിയതേ ഉള്ളൂ. 99 സീറ്റുള്ള ഈ 3 സീറ്റ് ഒഴിവാക്കാൻ 96 സീറ്റ് കിട്ടത്തില്ലേ. ഏവർക്ക് ഭരിക്കരുതോ. ജോസ് കെ മാണിയുടെ ഒരു ജനപിന്തുണയുള്ള ആളല്ല. ആയിരുന്നെങ്കിൽ സ്വന്തം മണ്ഡലമായിട്ടുള്ള പാലായിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് 54 കൊല്ലം തുടർച്ചയായിട്ട് MLA ആയ പാലായിലും ജോസ് കെ മാണി പരാജയപ്പെട്ടു. അപ്പം പുള്ളിക്ക് രാഷ്ട്രീയമായി യാതൊരു പിന്തുണയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇവരെ എന്തിനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ നാച്ചുറൽ സഖ്യം എന്ന് പറയുന്നത് UDF തന്നെയാണ്, LDF അല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് KM മാണി സാറ് വലിയ അധികായനായിരുന്നു. പക്ഷേ മകനായ ജോസ് കെ മാണിക്ക് അത് അത്രയ്ക്കുള്ള ജനസ്വാധീനമില്ല. അച്ഛൻ ആനപ്പുറത്ത് കയറിയത് കൊണ്ട് മകൻ്റെ തന്തി തഴമ്പുണ്ടാകുകയെന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് ജോസ് കെ മാണിയുടെ കാര്യം. ഒരുപാട് നന്ദി സർ.